എന്തായാലും ഞങ്ങളുടെ ഡേ 2 ഇൻ ബോസ്റ്റൺ ആണ്. ഇന്ന് താങ്ക്സ് ഗിവിംഗ് ആണ്. പ്ലസ് നല്ല മഴയുണ്ട്, രാവിലെ തൊട്ട് നല്ല മഴയാണ്. ഇപ്പം ഞങ്ങളിവിടെ എവിടെയാണ് നമ്മൾ പോകുന്നത്? നമ്മൾ ഹാലിബട്ട് പോയിന്റിൽ പോവാണ്. അത് ഇവിടുന്ന് ഒരു 1.5 hours ഉണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് എന്തായാലും ലോങ് ഡ്രൈവ്സിനൊക്കെ പോകുന്നത് ഇഷ്ടമാണ് എല്ലാവർക്കും. അപ്പോൾ ഞങ്ങൾ ഡ്രൈവിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ രാവിലെ അവിടെ സ്റ്റേറ്റ് സ്ട്രീറ്റ് പ്രൊവിഷൻസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു നല്ലൊരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. അവിടെ ചെന്ന് ഞങ്ങളെല്ലാവരും ആഹാരമൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ ഡ്രൈവിന് തുടങ്ങി. വി സ്റ്റാർട്ടഡ് ഓൺ ദ ഡ്രൈവ്. അപ്പോൾ ഞങ്ങൾ അന്താക്ഷരി കളിക്കുകയാണ്. പാറു പാടിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഞങ്ങൾ ഒരു അറ്റ്ലാന്റിക് ഓഷൻ എന്ന് പറഞ്ഞ ഞാൻ എൻ്റെ പാട്ടിന് മുടക്കി പറ്റി ദേഷ്യം എന്തായാലും. അപ്പം ഓക്കെ, അതാണ് ഇന്നത്തെ ഒരു സ്റ്റാർട്ട് ചെയ്ത്. ഓക്കെ, മഴയൊന്ന് കുറഞ്ഞു. ഹലോ ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ റെൻ്റ് കാറാണ്. ഓക്കെ, ഇന്നത്തെ ദിവസം ഞങ്ങളുടെ മഴ പെയ്ത് കുളമായതൊക്കെ പറയുന്ന പോലെ ആവുകയാണ്. കാരണം ഇപ്പോൾ 3 മണിയാണ്. പക്ഷേ എന്താണ് ഹാലിബൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ പോയിന്റ് എന്ന് പറയുന്നത് പണ്ടത്തെ ഒരു ഗ്രാനൈറ്റ് ക്വയറി ആയിരുന്നു. ഇറ്റ് ഈസ് ഓവർ ലുക്കിംഗ് ദ അറ്റ്ലാന്റിക് ഓഷൻ. അപ്പോൾ അതാണ് അതിൻ്റെ വളരെ ഒരു യൂണീക്ക് ആയിട്ടുള്ള ബട്ട് അപ്പോൾ അത് കാണാൻ വേണ്ടി പോവാണ്. പക്ഷേ ഇത് മൊത്തം മഴ, ആരുമില്ല. താങ്ക്സ് ഗിവിംഗ് പ്രമാണിച്ച് എല്ലാം HALIBUT ഉണ്ട്. എങ്ങനെയാണത്? ഹാലിബൂ പോയിന്റ് സ്റ്റേറ്റ് പാർക്കാണ്. ഞങ്ങളപ്പം പോണോ നിർത്തണോ വേണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ഒരു കാറും ഉണ്ട്, 2 പേരും ഒരു പട്ടിയായിട്ട് ആ വഴി നടന്നു കണ്ടു. അപ്പോൾ ഞങ്ങളൊന്ന് ട്രൈ ചെയ്യാൻ നോക്കുകയാണ്. കാരണം ഇതുവരെ വന്നതല്ലേ, അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം ഒന്നും നോക്കാം. ഹാലിബൂ ആണോ ഹാലിബട്ടാണോ ഇങ്ങനെയാണോ എന്തോ? ഇങ്ങനെയാണോ പോണ്ടോ? ഓഷ്യൻ വ്യൂ പോയിന്റ് അവിടെയാണ്. ഇങ്ങനെ പോകാൻ കാണിക്കുന്നത്. മഴ വരുത് നല്ല മഴ. കുഞ്ഞുങ്ങൾ വരുന്ന കണ്ട മഴ നനഞ്ഞോണ്ട് പനിയൊന്നും പിടിക്കാതിരുന്നാൽ മതി. അമ്മേ വന്ന് തണുപ്പത്ത് ഇവിടെയൊക്കെ നല്ല 8 ഡിഗ്രി 9 ഡിഗ്രി ആണ്. മഴ ആയതുകൊണ്ട് ഇപ്പോൾ തണുപ്പ് ഇച്ചിരി ഒന്ന് കുറയും. അല്ല, പക്ഷേ വൈകുന്നേരം ആയാലും കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് അങ്ങ് കൂടും. അല്ല, പെട്ടെന്ന് തണുപ്പ് വരും. ഇനിയിപ്പോൾ അങ്ങോട്ട് എത്രയും പെട്ടെന്ന് നിന്നിട്ട് തിരിച്ച് ഞങ്ങൾ ഇന്ന് എവിടെ താമസിക്കണം ഞങ്ങൾ ഡിസൈഡ് ചെയ്തിട്ടില്ല. പിന്നെ തിരിച്ച് എന്നിട്ടാണ് ബുക്കൊക്കെ ചെയ്ത് എവിടെയെങ്കിലും താമസിക്കുന്നത്. കൊച്ചുണ്ടാപ്പികളെ വേഗം പോവാം, കണ്ടിട്ട് തിരിച്ചു പോവാം. ഓടിവാ. നാടൻ പാട്ടിലെ മൈന, നാടോടി പാട്ടിലെ അയ്യോ മോളെ പോ. ഈ സാധനം ഇടുമ്പോൾ എനിക്ക് ഒരുമാതിരി മറ്റേ ചായ, ഞാൻ പേര് പറയുന്നില്ല, എന്തായാലും മറ്റേ ഇതുപോലെ മുടിയുള്ളവരുടെ ചായ. എന്നെയല്ല അന്നേരം തണുപ്പും അന്നും ഇതങ്ങ് മഴ വന്ന് ചുരുങ്ങിപ്പോയെന്ന് തോന്നുന്നു. കുറച്ചും കൂടെ ഇങ്ങനെ നിൽക്കുന്നതായിരുന്നില്ല. ദൂരെ കിടക്കണം അറ്റ്ലാന്റിക് ഓഷ്യൻ. ഞങ്ങൾ ഇത്രയും ദൂരം ഏകദേശം ഒരു 4 minutes നടന്നു. അവിടെ ആയിട്ടൊരു വീടും കാറും ഒക്കെ കണ്ടു.
പക്ഷേ നമുക്ക് അച്ഛൻ ചാറ്റ് GPT ഒക്കെ വെച്ച് കണ്ടുപിടിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. എത്രമാത്രം സേഫറാണ്. കൊള്ളാം. കടലൊന്നും. ഓക്കെ, ഫോട്ടോ എടുത്തിട്ട് വേഗം പോവാം. അച്ഛാ, ഞങ്ങൾ രണ്ടുപേരും നടന്നു വരുന്ന വീഡിയോ എടുത്തേ. അവിടുന്ന് അച്ഛാ, ഞങ്ങൾ നടന്നു വരുന്ന വീഡിയോ ഒന്ന് എടുക്കോ? ഇച്ചിരി പതുക്കെ നിൽക്കും. നല്ല ഫോട്ടോ എനിക്ക് വാ. ഫോൺ മാറ്റി അവര് വന്നിട്ട് ഇവര് അവസാനം ഉപയോഗശൂന്യമാക്കാതെ അവസാനം എല്ലാം തണുപ്പടിച്ച് എല്ലാ ഫോണും സ്വിച്ച് ഓഫ്. ആരെയും വിളിക്കാനും പറ്റത്തില്ല. അതാണ് അറ്റ്ലാന്റിക് ഓഷ്യൻ. ആരും ഇല്ലല്ലോ എന്ന് നോക്കുമല്ലോ. ആരെങ്കിലും ഞങ്ങൾ മിസ്സിംഗ് ആവുകയാണെങ്കിൽ someone please come find us. Hopefully ഏരിയ എല്ലാം പറഞ്ഞു എവിടെയാണ് എക്സാക്ട്ലി എവിടെയാണ്. ഹാലി HALIBUT സ്റ്റേറ്റ് പാർക്കാണ് നടക്കുന്നത്. അത് ഹാലി ബൂ ആണോ ഹാലി ബട്ടാണോ എന്ന് അറിയത്തില്ല. ഹാലി ഇത് ഹസാഡസ്. ഷോർട്ട് ലൈൻ ഇസ് ഹസാഡസ്. ഹായ്, നമ്മൾ ഹാലിബൂ പോയിന്റ്. നമുക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ജസ്റ്റ് ഇത് ഏകദേശം രാമേശ്വരം സ്റ്റൈലാണ്. അങ്ങോട്ട് നോക്കി ഇന്ത്യൻ അല്ല ജിഞ്ചു അവിടെ നിന്ന് നമുക്ക് വേഗം ഫോട്ടോ എടുത്തിട്ട് പോകാൻ. കൈയൊക്കെ തണുക്കുന്നു. അവിടെ പോയി അവിടെ നിന്ന് സ്മൈൽ. No quarries swimming. അയ്യോ, റോക്സ് അവർ ഇത് എടുക്കുമായിരുന്നു കട്ട് ചെയ്ത്. അപ്പോൾ റെയിൻ വാട്ടർ വന്നിട്ട് നാച്ചുറലായിട്ട് ഫോം ചെയ്തിട്ടുള്ള ഒരു ഫ്രഷ് വാട്ടർ ലേക്ക് പോലെയാണിത്. ഇതപ്പോൾ അവർ പ്രിസർവ് ചെയ്യാം. ഇതിൻ്റെ സൈഡിലിരുന്ന് ഓരോ ലെഡ്സിലൊക്കെ എന്നൊക്കെയാണ് അവർ പറഞ്ഞത്. ഫോട്ടോ എവിടെ നിന്ന് എടുക്കാന്ന് പറയാം. ആ മരത്തിൻ്റെ അവിടെ നിന്ന് മൂന്നുപേരും അവിടെ നിന്ന് കാണിച്ച അവിടെ വരെ പോകേണ്ടത്. ഇവിടെ ഒരെണ്ണം ഇതെടുത്തിട്ട് സ്മൈൽ. മോളെ എല്ലാ ഫോണും വെള്ളവും തണുപ്പ് അടുപ്പിച്ച് ഇത് ചെയ്യണം. നമുക്ക് എന്തെങ്കിലും വേണം ആവശ്യമുണ്ടെങ്കിൽ. അവിടെ അറ്റ്ലാന്റിക് ഓഷ്യൻ. നീ ഭീരുതിപ്പോൾ ആരോമൽ തോന്നി.
എടുത്താ And my soft skin, my soft, tender, 7-year-old skin. ഒരു കാറ്റ് Look at me. Soft, അത്രയും മതി. ഞങ്ങളെല്ലാം കണ്ട് തിരിച്ചു പോവാണ്. ഒറ്റ മനുഷ്യരില്ല, ചുറ്റും കുറ്റാക്കുട്ട് കാടും. എന്തോ ധൈര്യത്തിന്, അച്ഛൻ്റെ ധൈര്യത്തിന് ഞങ്ങൾ ഇറങ്ങി. അതിൽ കുറേ ഫോട്ടോ ഒക്കെ എടുത്തു. ഇങ്ങനെ തന്നെ അറിഞ്ഞു നമ്മൾ വന്നപ്പോൾ ഇത് കണ്ടതായിട്ട് ഓർക്കുന്നില്ലല്ലോ അല്ലേ? ഇല്ലാത്ത വേറെ എവിടെ വന്നു ഒറ്റ മനുഷ്യരില്ല. മഴയാണ്, ലാൻഡ്സ്കേപ്പിംഗ് ആയിട്ട് അവധിയാണ്. അച്ഛൻ വേറെ എവിടെ? അറിഞ്ഞൂടാ പോയി. ഇത്തിരി പെട്ടെന്ന് കേട്ടോ, പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും പോയി. ഗുഞ്ചിന് ആ മാപ്പിൻ്റെ റൂട്ടൊന്ന് ഇപ്പോഴേ കാണിക്കൂ. ഇഫ് സംതിങ് ഹാപ്പൻസ് ടു ദ ഫോൺ അവന് ഓർമ്മ കാണും അല്ലേട്ടാ. ആ മാപ്പ് റൂട്ട് ഇപ്പോഴേ ഗുഞ്ചിനൊന്ന് കാണിച്ച് ഓർത്ത് വെക്കട്ടെ. അല്ല ഓക്കെ ഗൈസ്, അപ്പോൾ ഞങ്ങൾ ഒരു അഡ്വഞ്ചർ കഴിഞ്ഞ നല്ല മഴയത്ത്, ഇപ്പോൾ എത്ര മണി, 4 മണി ആയിട്ടില്ല, 5 മിനിറ്റ്. ഞങ്ങൾ ഈ മഴയത്ത് ഞങ്ങളെല്ലാം നനഞ്ഞ് കുടിച്ച് താങ്ക്സ് ഗിവിങ് ആയിട്ട് ഒറ്റ മനുഷ്യരില്ല, വളരെ വിജനമായിട്ടുള്ള സ്ഥലത്തൂടെ എല്ലാ കോഫി ഷോപ്സ് എല്ലാം അടപ്പാണ്. ഞങ്ങൾ മഴയത്ത് ഏതാണ്ട് പോയിൻ്റൊക്കെ, ഹാലിബൂ പോയിൻ്റ്, അറ്റ്ലാന്റിക് ഓഷൻ, ഹാലിബട്ട് പോയിൻ്റൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് ഇനിയിപ്പോൾ ഇവിടുന്ന് അവൈലബിൾ ആയിട്ടുള്ള ഹോട്ടൽ ഇവിടുന്ന് 30 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് ആണ്. അപ്പോൾ ഹാഫ് ആൻ അവർ ഞങ്ങൾ തിരിച്ച് ഡ്രൈവ് ചെയ്ത് പോവാണ്. അത് ആ ഒരു കാറ്, ആരും ഇല്ല എന്ന് പറഞ്ഞപ്പോൾ ഉടൻ കാർ വന്നു. എന്തായാലും റോഡിലൊക്കെ ട്രാഫിക് വളരെ 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 കുറവാണ്. ഞങ്ങൾ തിരിച്ചപ്പോൾ എന്തായാലും സേഫായിട്ട് തിരിച്ചെത്തി. ഞങ്ങൾ നനഞ്ഞ് കുളിച്ച് ഇനിയിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിൽ ഫുഡ് വല്ലതും ഉള്ള ഹോട്ടൽ മതിയായിരുന്നു. ഇനി ഇറങ്ങാനൊന്നും വയ്യ ആർക്കും. അങ്ങനെ ഗ്ലൗസെസ്റ്റർ മറൈൻ സ്റ്റേഷൻ, അപ്പുറത്ത് മൊത്തം കടലാണ്. മഴയത്തോ? മഴയത്ത് എന്താണ് ഇവിടെ തീ എന്തോ വന്നോ? നമുക്ക് 2 ഫയർ എഞ്ചിൻ നിൽക്കണം. Oh, do you want now? Oh, big shocker.